ഹായ് ഇസ് മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് IPL 2024 സ്പെഷ്യാലിറ്റീസ്, IPL 2024 പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ IPL 2024 നടക്കാൻ പോവുകയാണ്. 2024 മാർച്ച് 22 മുതൽ മെയ് 26 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. മാർച്ച് 22-ന് ആദ്യ മത്സരം, ഉദ്ഘാടന മത്സരം ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. 12 സ്റ്റേഡിയങ്ങളാണ് IPL വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം നടക്കുന്നത് 17ാമത്തെ സീസണാണ്. ആദ്യ സീസൺ 2008-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് 17ാം സീസണാണ് ഈ വർഷം നടക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാർ ചെന്നൈ സൂപ്പർ കിങ്സാണ്. ഏറ്റവും കൂടുതൽ തവണ കപ്പ് ഉയർത്തിയിരിക്കുന്നത് ചെന്നൈയും മുംബൈയുമാണ്, 5 തവണ വീതം. നിലവിലെ ചാമ്പ്യന്മാർ ചെന്നൈയാണ്. അപ്പോൾ ഈ IPL-ൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ MS ധോണി, അതായത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻ, അദ്ദേഹത്തിൻ്റെ അവസാന IPL ആയിരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു, ഒരിക്കലും മറക്കാനാവാത്തൊരു IPL ആയിരിക്കും ഈ IPL എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം MS ധോണിയുടെ അവസാന IPL എന്നതുകൊണ്ട് തന്നെ ആരാധകർ ഓർത്തിരിക്കുന്ന ഒരു IPL ആയിരിക്കും ഇത്. അപ്പോൾ 10 ടീമുകളാണ് IPL പങ്കെടുക്കുന്നത്. 10 ടീമുകൾ, 74 മത്സരങ്ങളാണ് ടോട്ടലി ആകെ മൊത്തം 74 മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. 10 ടീമുകളാണ്. 10 ടീമുകളെന്ന് പറയുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ്, രാജസ്ഥാൻ റോയൽസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, പഞ്ചാബ് കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ഗുജറാത്ത് ടൈറ്റൻസ്, ലക്നൗ സൂപ്പർ ജയൻസ്, ഡൽഹി ക്യാപിറ്റൽസ്, അങ്ങനെ തുടങ്ങി 10 ടീമുകളാണ് ഈ വർഷം ഏറ്റുമുട്ടുക. അപ്പോൾ ആരായിരിക്കും കപ്പ് ഉയർത്തുക? ധോണിയുടെ അവസാന IPL ആയതുകൊണ്ട് തന്നെ വളരെ ഇമോഷണൽ ആയിട്ടൊരു IPL ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ആരായിരിക്കും കപ്പ് ഉയർത്തുക? നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.